നമസ്കാരം. എല്ലാവർക്കും സക്സസ് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് 7ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായിട്ടുള്ള മനുഷ്യ ശരീരം ഒരു വിസ്മയം എന്ന ചാപ്റ്ററുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മനുഷ്യ ശരീരം ഒരു വിസ്മയം. ആദ്യം നമുക്ക് രക്തപര്യന വ്യവസ്ഥ നോക്കാം. ചെറുകുടലിലെ വില്ലസുകൾ ആഗിരണം ചെയ്യുന്ന പോഷകങ്ങളും ശ്വസനഫലമായി ലഭിക്കുന്ന ഓക്സിജനും കോശങ്ങളിൽ എത്തുന്നു. ഈ ധർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത് രക്തമാണ്. രക്തം, രക്തക്കുഴൽ, ഹൃദയം എന്നിവ ചേർന്ന സംവിധാനമാണ് രക്തപര്യന വ്യവസ്ഥ. ചെറുകുടലിലെ വില്ലസുകൾ ആഗിരണം ചെയ്യുന്ന പോഷക ഘടകങ്ങളും ശ്വസനഫലമായി ലഭിക്കുന്ന ഓക്സിജനും കോശങ്ങളിലെത്തുന്നു. ഈ ധർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത് രക്തമാണ്. രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം എന്നിവ ചേർന്ന സംവിധാനമാണ് രക്തപര്യന വ്യവസ്ഥ. ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്ത് എത്തുന്നതും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തം ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതുമാണ് രക്തപര്യന വ്യവസ്ഥയുടെ ഒരു പ്രധാന ധർമ്മം. രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിൻ്റെ കാരണം. ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യമാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത്. ഹീമോഗ്ലോബിൻ്റെ പ്രധാന ഘടകങ്ങളാണ് ഇരുമ്പ്, പ്രോട്ടീൻ. ഇരുമ്പടങ്ങിയ ആഹാരം കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇതിൽ നിന്നും വ്യക്തമാണ്. ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിൽ രക്തത്തിൽ ഹീമോഗ്ലോബിൻ പ്രധാന പങ്ക് വഹിക്കുന്നു. ശ്വാസകോശങ്ങളിൽ നിന്ന് കോശത്തിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും കോശത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിൽ രക്തത്തിലെ ഹീമോഗ്ലോബിൻ പ്രധാന പങ്ക് വഹിക്കുന്നു. രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ: പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്, വെളുത്ത രക്താണുക്കൾ, ചുവന്ന രക്തകോശം എന്നിവയാണ് രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ. പ്ലാസ്മ എന്ന് പറയുന്നത് രക്തത്തിൻ്റെ ദ്രാവക ഭാഗമാണ്. ഇളം മഞ്ഞ നിറം ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുക എന്നതാണ് പ്ലാസ്മയുടെ ധർമ്മം. പ്ലേറ്റ്ലെറ്റ് രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റാണ്. വെളുത്ത രക്തകോശം നിശ്ചിത ആകൃതിയില്ല, മർമ്മമുണ്ട്, രോഗാണുക്കളെ നശിപ്പിക്കുന്നു. വെളുത്ത രക്തകോശം അഥവാ WBC, അതിന് നിശ്ചിത ആകൃതിയില്ല, എന്നാൽ മർമ്മമുണ്ട്, രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ചുവന്ന രക്തകോശം ഡിസ്കിൻ്റെ ആകൃതിയാണ് ചുവന്ന രക്തകോശത്തിന്. അതിന് മർമ്മമില്ല, ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയം നടക്കുന്നത് ചുവന്ന രക്തകോശം ഉള്ളതുകൊണ്ടാണ്. ഇനി രക്തപര്യനം. രക്തക്കുഴലിലൂടെ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. രക്തപര്യനം എന്ന് പറഞ്ഞാൽ രക്തക്കുഴലിലൂടെ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ധമനി, സിര, ലോമികകൾ, അതായത് ആർട്ടറീസ്, വെയിൻസ്, ക്യാപ്പിലറീസ്. ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ. ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളാണ് ധമനി. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ കലർന്ന രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന കുഴലുകളാണ് സിരകൾ. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ കലർന്ന രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന കുഴലുകളാണ് സിരകൾ. സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളാണ് ലോമികകൾ. സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളാണ് ലോമികകൾ. ഹൃദയം. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും രക്തം പമ്പ് ചെയ്യുന്നത് ഹൃദയമാണ്. ഹൃദയം ഔരസാശയത്തിൽ ശ്വാസകോശങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്നു. ഇത് വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഹൃദയം ഔരസാശയത്തിൽ ശ്വാസകോശങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു, വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെടുന്നു. മനുഷ്യഹൃദയത്തിന് മുഷ്ടിയോളം വലിപ്പമുണ്ട്.
മനുഷ്യ ഹൃദയത്തിന് മുഷ്ടിയോളം വലിപ്പമുണ്ട്. ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം. ഹൃദയത്തിന് ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം. മനുഷ്യഹൃദയത്തിന് 4 അറകളാണ് ഉള്ളത്. എന്നാൽ പാമ്പിന് 5 ജോഡി പാർശ്വഹൃദയങ്ങളുണ്ട്. പാറ്റയ്ക്കാണെങ്കിൽ 13 അറകൾ, മത്സ്യത്തിന് 2 അറകൾ, തവളയ്ക്ക് 3 അറകൾ, കോഴിക്ക് 4 അറകൾ. ഓരോ ജീവികളും ഹൃദയത്തിൻ്റെ അറകളിൽ വ്യത്യാസമുണ്ട്. മനുഷ്യഹൃദയത്തിന് 4 അറകൾ, പാമ്പിന് 5 ജോഡി, പാറ്റയ്ക്ക് 13, മത്സ്യത്തിന് 2, തവളയ്ക്ക് 3, കോഴിക്ക് 4. അടുത്തത് ഹൃദയസ്പന്ദനം. ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഹൃദയസ്പന്ദനം. ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയം മിനിറ്റിൽ 72 പ്രാവശ്യം സ്പന്ദിക്കുന്നു. ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയം മിനിറ്റിൽ 72 പ്രാവശ്യം സ്പന്ദിക്കുന്നു. ഇതാണ് ഹൃദയസ്പന്ദന നിരക്ക്. ഹൃദയസ്പന്ദനത്തിൻ്റെ ഫലമായി ധമനികളിൽ തരംഗചലനം ഉണ്ടാക്കുന്നത് പൾസാണ്. ഹൃദയസ്പന്ദനത്തിൻ്റെ ഫലമായിട്ട് ധമനികളിൽ തരംഗചലനം ഉണ്ടാക്കുന്നത് പൾസ്. ഹൃദയസ്പന്ദന നിരക്കും പൾസിൻ്റെ നിരക്കും തുല്യമായിരിക്കും. റെനെ ലെനാക്കാണ് ഹൃദയസ്പന്ദനം പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമായ സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത്. ഹൃദയസ്പന്ദനം പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. ഇത് കണ്ടുപിടിച്ചത് റെനെ ലെനാക്ക്. ഇനി ഹൃദയാരോഗ്യം. കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നത് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. പുകവലി, മദ്യപാനം എന്നിവ ഹൃദയത്തെ വേഗം രോഗിയാക്കും. ജീവിതശൈലി രോഗങ്ങൾ ഹൃദയത്തെ തളർത്തും. വ്യായാമം ചെയ്തില്ലെങ്കിൽ ഹൃദയാരോഗ്യം തകരാറിലാകുന്നു. മുറിവ് പറ്റിയ ഒരാൾക്ക് നൽകാവുന്ന പ്രഥമ ശുശ്രൂഷകൾ എന്തെല്ലാം? ശുദ്ധജലം ഉപയോഗിച്ച് മുറിവ് വൃത്തിയാക്കുക, മുറിവിൽ അമർത്തിപ്പിടിക്കുക, കൈയിലാണ് മുറിവെങ്കിൽ കൈ ഉയർത്തിപ്പിടിക്കുക, രക്തപ്രവാഹം നിലയ്ക്കുന്നില്ലെങ്കിൽ ശുദ്ധമായ തുണിയോ ബാൻഡേജോ കൊണ്ട് മുറിവ് പൊതിഞ്ഞു കെട്ടുക, വേഗത്തിൽ വൈദ്യസഹായം ലഭ്യമാക്കുക. ഹൃദയം മാറ്റിവെക്കൽ. ഗുരുതരമായ ഹൃദ്രോഗമുള്ളവർക്കാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താറുള്ളത്. മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ ഹൃദയമെടുത്ത് രോഗിയിൽ വച്ചു പിടിപ്പിക്കുന്നതാണ് സാധാരണ ചെയ്യാറുള്ളത്. 1967 ക്രിസ്ത്യൻ ബെർണാഡാണ് ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത്. 1967 ക്രിസ്ത്യൻ ബെർണാഡാണ് ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. രക്തദാനം, മഹാദാനം. ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ ഏകദേശം 5.5 ലിറ്റർ വരെ രക്തമുണ്ടാകും. ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ ഏകദേശം 5.5 ലിറ്റർ വരെ രക്തമുണ്ടാകും. ഒരാൾ സ്വമനസാലെ മറ്റൊരാൾക്കോ ശാസ്ത്രീയമായി സൂക്ഷിച്ച് പിന്നീട് ഉപയോഗിക്കുന്നതിനോ രക്തം നൽകാവുന്നതാണ്. വിസർജന വ്യവസ്ഥ. ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന യൂറിയ അധികമുള്ള ജലം, ലവണങ്ങൾ തുടങ്ങിയവ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം. വൃക്കകൾ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജനാവയവമാണ് വൃക്കകൾ. പയർവിത്തിൻ്റെ ആകൃതിയിൽ ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശത്തുമായി കാണപ്പെടുന്നു. എവിടെയാണ് വൃക്കയുടെ സ്ഥാനം? ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശത്തായിട്ട് കാണപ്പെടുന്നു. വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നത് വൃക്കാധമനിയാണ്. വൃക്കാധമനി വഴി എത്തുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങളും ഉണ്ടായിരിക്കും. എന്നാൽ അരിക്കലിന് ശേഷം വൃക്കാസിരയിലൂടെ തിരിച്ചു പോകുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ എന്നിവയുടെ അളവ് താരതമ്യേന കുറവായിരിക്കും. ഇത്തരത്തിൽ വൃക്കയിലെ അരിക്കലിന് വിധേയമായ രക്തത്തിലെ മാലിന്യങ്ങൾ മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. ശരിയായ അളവിൽ ജലം, ലവണങ്ങൾ എന്നിവ ശരീരത്തിൽ നിലനിർത്തുന്നതിന് വൃക്കകൾക്ക് പ്രധാന പങ്ക് വഹിക്കുന്നു. ആരോഗ്യമുള്ള ഒരാളുടെ വൃക്കകൾ ഒരു ദിവസം ശരാശരി 1.5 ലിറ്റർ മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നു. ആരോഗ്യമുള്ള ഒരാളുടെ വൃക്കകൾ ഒരു ദിവസം ശരാശരി 1.5 ലിറ്റർ മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി വൃക്കകളുടെ സംരക്ഷണത്തിനായിട്ട് പുകവലിയും മദ്യപാനവും ഒഴിവാക്കുക.
ഉപ്പിൻ്റെ അമിത ഉപയോഗം കുറയ്ക്കുക. അനാവശ്യ മരുന്നിൻ്റെ ഉപയോഗം കുറയ്ക്കുക. ദിവസവും വ്യായാമം ചെയ്യണം. കൃത്രിമ പാനീയങ്ങളുടെ അമിത ഉപയോഗം ഒഴിവാക്കണം. വൃക്ക മാറ്റിവയ്ക്കൽ. ആരോഗ്യമുള്ള ദാതാവിൽ നിന്ന് വൃക്കയെടുത്ത് 2 വൃക്കകൾ തകരാറിലായ ഒരാളിലേക്ക് വച്ചു പിടിപ്പിക്കുന്നതാണ് വൃക്ക മാറ്റിവയ്ക്കൽ. സ്വീകരിക്കുന്ന വ്യക്തിയുടെയും നൽകുന്ന വ്യക്തിയുടെയും രക്തഗ്രൂപ്പുകൾ യോജിച്ചാൽ മാത്രമേ മാറ്റിവയ്ക്കൽ സാധ്യമാവുകയുള്ളൂ. 18 വയസ്സ് പൂർത്തിയായ ആർക്കും വൃക്കകളിലൊന്ന് ദാനം ചെയ്യാം. ഇനി മറ്റ് വിസർജനാവയവങ്ങളാണ്. ഒന്ന് വിയർപ്പ്. ത്വക്കിലെ സ്വേദഗ്രന്ഥികളാണ് വിയർപ്പുണ്ടാക്കുന്നത്. ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറത്തു പോകുന്നു. വിയർപ്പ് ബാഷ്പമായി മാറാൻ വേണ്ട താപം നമ്മുടെ ശരീരത്തിൽ നിന്നെടുക്കുന്നു. ഇങ്ങനെ നമ്മുടെ ശരീരത്തിലെ താപനില ക്രമീകരിച്ച് നിർത്താൻ വിയർക്കൽ സഹായിക്കുന്നു. ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന സ്പർശം, അറിയുക എന്നിവ ത്വക്കിൻ്റെ ധർമ്മങ്ങളാണ്. ത്വക്കിലെ സൂക്ഷ്മസുഷിരങ്ങളിലൂടെ സ്വേദനഗ്രന്ഥിയിൽ നിന്ന് വിയർപ്പ് പുറത്തു വരുന്നു. ഇവ ത്വക്കിൽ അടിഞ്ഞുകൂടിയാൽ രോഗങ്ങൾ ഉണ്ടാകും. അതിനാൽ കുളിക്കുമ്പോൾ ത്വക്ക് നന്നായി വൃത്തിയാക്കേണ്ടതുണ്ട്. വൃക്ക, ത്വക്ക് എന്നിവ കൂടാതെ ശ്വാസകോശം, കരൾ എന്നിവയ്ക്കും വിസർജനത്തിൽ പങ്കുണ്ട്. ശ്വാസകോശം കോശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. കോശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായ രാസവസ്തുക്കളെ ഇത് നശിപ്പിക്കുന്നു. കൂടാതെ കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ പിത്തരസം അഥവാ ബൈൽ ഉൽപ്പാദിപ്പിക്കുന്നു. പോഷക ഘടകങ്ങൾ വിഘടിക്കുമ്പോൾ ശരീരത്തിന് ഹാനികരമായ അമോണിയ ഉണ്ടാകുന്നു. ഇതിനെ താരതമ്യേന ഹാനികരമല്ലാതെ യൂറിയാക്കി മാറ്റുന്നതും കരളാണ്. നാഡീവ്യവസ്ഥ. സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ നമ്മെ സഹായിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. മസ്തിഷ്കം അഥവാ തലച്ചോറ്, സുഷുമ്ന, നാഡികൾ എന്നിവ ചേർന്നതാണ് നാഡീവ്യവസ്ഥ. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് മസ്തിഷ്കം. മസ്തിഷ്കം തലയോട്ടിക്കുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുക, ശരീരത്തിലെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയവ മസ്തിഷ്കത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളാണ്. കാഴ്ച, കേൾവി, ഓർമ്മ, ഭാവന, വികാരങ്ങൾ, ബുദ്ധി എന്നിവയുടെയെല്ലാം കേന്ദ്രം മസ്തിഷ്കമാണ്. ഏറ്റവും ആധുനിക കമ്പ്യൂട്ടർ പോലും കാര്യക്ഷമതയിൽ മസ്തിഷ്കത്തിൻ്റെ പിന്നിലാണ്. മസ്തിഷ്കത്തിന് ചുറ്റുപാടുകളോട് പ്രതികരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സങ്കല്പിക്കാനും കഴിയും. ഉണർന്നിരിക്കുമ്പോൾ മാത്രമല്ല, ഉറങ്ങുമ്പോഴും മസ്തിഷ്കത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം നാഡീവ്യവസ്ഥയുടെ സാരമായി ബാധിക്കും. കൗമാരവും ആരോഗ്യവും. 10 മുതൽ 19 വരെയുള്ള കാലഘട്ടമാണ് കൗമാരം. ജീവശാസ്ത്രപരമായി ഒട്ടേറെ സവിശേഷതകളുള്ള കാലമാണിത്. സ്വാഭാവികമായ ഒരു ജൈവ പ്രക്രിയ എന്ന നിലയിൽ ഒട്ടേറെ ശാരീരിക മാറ്റങ്ങൾ കൗമാരകാലത്ത് നടക്കുന്നു. തലച്ചോറിൻ്റെ വികാസം, ഉയരത്തിലും തൂക്കത്തിലും പെട്ടെന്നുണ്ടാകുന്ന വർധനവ്, ഗ്രന്ഥികളുടെ വർദ്ധിച്ച പ്രവർത്തനക്ഷമത എന്നിവയെല്ലാം ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളാണ്. കൗമാര കാലഘട്ടത്തിൽ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ആൺകുട്ടികളിൽ വളർച്ച ത്വരിതപ്പെടുത്തുന്നു. പ്രത്യുൽപാദന അവയവങ്ങളുടെ വളർച്ച വേഗത്തിലാകുന്നു. ജനനേന്ദ്രിയം, കക്ഷം, മാറിടം, മുഖം എന്നീ ശരീരഭാഗങ്ങളിൽ രോമവളർച്ച. അതുപോലെ ശബ്ദത്തിന് ഗാംഭീര്യം കൂടുന്നു. ബീജോൽപാദനം ആരംഭിക്കുന്നു. എന്നാൽ കൗമാര കാലഘട്ടത്തിൽ പെൺകുട്ടികളിൽ
വളർച്ച ത്വരിതപ്പെടുന്നു. പ്രത്യുൽപാദന അവയവങ്ങൾ, സ്തനം എന്നിവയുടെ വളർച്ച വേഗത്തിലാകുന്നു. ജ്ഞാനേന്ദ്രിയ ഭാഗത്തും കക്ഷത്തിലും രോമങ്ങൾ വളരുന്നു. അണ്ഡോത്സർജനം തുടങ്ങുന്നു. ആർത്തവം ആരംഭിക്കുന്നു. ഇതൊക്കെ പെൺകുട്ടികളിലും കണ്ടുവരുന്നു. ആർത്തവം. എല്ലാ മാസവും പ്രത്യുൽപാദനത്തിനുള്ള പല ഒരുക്കങ്ങളും ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഗർഭാശയത്തിൻ്റെ ആന്തരപാളികളിൽ ധാരാളം രക്തലോമികകളും കലകളും രൂപപ്പെടുന്നു. എന്നാൽ ഗർഭധാരണം നടക്കാതെ വന്നാൽ ഈ ഒരുക്കങ്ങൾ വെറുതെയാകുന്നു. പുതുതായി രൂപപ്പെട്ട ലോമികകൾ പൊട്ടുകയും രക്തലോമികയിലെ മറ്റ് കലകളും ഗർഭാശയ ഭിത്തിയിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനത്തെയാണ് ആർത്തവം എന്ന് പറയുന്നത്. ഇത് 7 ദിവസം വരെ നീണ്ടു നിൽക്കാം. ആർത്തവ സമയത്ത് കലശലായ അടിവയർ വേദന, ഛർദി, നടുവേദന, കാലിന് കഴപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ കാണാം. അമിത ദേഷ്യം, ഉത്കണ്ഠ എന്നിവയും ഉണ്ടായേക്കാം. ഏകദേശം 28 ദിവസം കൂടുമ്പോൾ ഉണ്ടാകേണ്ട ഒരു ശാരീരിക പ്രക്രിയയാണിത്. ആർത്തവകാലത്ത് പെൺകുട്ടികൾക്ക് ശരാശരി 0.6 ലിറ്റർ രക്തം നഷ്ടപ്പെടുന്നു. ആർത്തവ സമയത്ത് ഉപയോഗിക്കാൻ കൂടുതൽ സൗകര്യപ്രദമായതാണ് മെൻസ്ട്രൽ കപ്പ്. ലൈംഗിക ചൂഷണം. ചെറിയ കുട്ടികൾ ഉൾപ്പെടെ സമൂഹത്തിൽ ആൺകുട്ടികൾ, പെൺകുട്ടികൾ പലവിധ ശാരീരിക, മാനസിക, ലൈംഗിക പീഡനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. സ്വന്തം വീടുകൾ, ബന്ധുവീടുകൾ, വാഹനങ്ങൾ, വിദ്യാലയങ്ങൾ, പൊതുസ്ഥലങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ വച്ചാണ് എപ്പോഴും പീഡനങ്ങൾക്കിരയാകുന്നത്. അനുവാദമില്ലാതെ ശരീരഭാഗങ്ങളെ സ്പർശിക്കാൻ ശ്രമിക്കുന്നവർ, ലൈംഗിക ചുവയോടെ സംസാരിക്കുന്നവരും നോക്കുന്നവരും, അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ കാണാൻ പ്രേരിപ്പിക്കുന്നവർ, കൃത്രിമ സ്നേഹം കാണിക്കുന്നവരും ഉപഹാരം നൽകുന്നവർ. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ മാതാപിതാക്കൾ, സഹപാഠികൾ, അധ്യാപകർ, സ്കൂൾ കൗൺസിലർ തുടങ്ങിയവരോട് തുറന്നു പറഞ്ഞിട്ടും വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ലെങ്കിൽ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098 ബന്ധപ്പെടാവുന്നതാണ്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1098. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.